മക്കളെ, ഇന്ന് നമുക്ക് ദില്ലിമേ ഉനീന്തയും എന്ന ചാപ്റ്ററിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ചാർ സഹി പ്രസ്താവ് ലിഖിയേം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ചാർ സഹി വാക്യ അല്ലേ, വാക്യ എന്നാണ് ഇവിടെ കേട്ടോ. ചാർ സഹി പ്രസ്താവ് എന്നും നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും, അല്ലെങ്കിൽ വാക്യ എന്ന് ചോദിക്കും. चार सही वाक्य लिखिए എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കേരള के पब्लिक नेशनल रेडियो के लिए ലേഖിക പ്രോഗ്രാം ബനാ രഹേ थे. കേരള के पब्लिक नेशनल रेडियो എന്നാണ് ഇവിടെ എഴുതിയത്. അമേരിക്ക के पब्लिक नेशनल रेडियो എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ എന്താണിത്? ഇത് തെറ്റാണ്. ശരിയായിട്ടുള്ള മാത്രമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് 4 എണ്ണം. അപ്പം 4 എണ്ണത്തിൽ ശരിയുണ്ട്. सैंडी कहते हैं कि मैं आपका सोफा गंदा नहीं करना चाहता. സാൻഡി പറയുന്നു, ഞാൻ നിങ്ങളുടെ സോഫ അഴുക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. സാൻഡിയാണോ പറയുന്നത്? അല്ല. അപ്പം അതും തെറ്റാണ്. സാൻഡി അല്ല പറയുന്നത്, ഓട്ടോ ചാലകമായിട്ടുള്ള രാജാറാമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അമീർ ആത്മീനെ രാജാറാം കോ പുരാന ഓട്ടോ ലേ ദിയ. അമീർ ആത്മി രാജാറാമിന് പഴയ ഒരു ഓട്ടോറിക്ഷ വാങ്ങി നൽകുന്നു. ശരിയാണ് അല്ലേ, അത് ശരിയാണ്. സാൻഡി ലേഖികക്ക് ഹാർവാർഡ് ദിനോക്ക സാത്തി. സാൻഡി ലേഖികയുടെ ഹാർവാർഡ് ദിനങ്ങളിലെ സാത്തിയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്, അതും ശരിയാണ്. രാജാറാം പഹലെ ഗാവ് കെ ഗേത്തോമേ മസ്തൂരി കർത്താത. രാജാറാം പഹലെ ആദ്യം രാജാറാം ഗ്രാമത്തിലെ വയലുകളിലാണ് കൃഷിപ്പണി ചെയ്തിരുന്നത് അല്ലേ. വയലിൽ അദ്ദേഹം കൃഷിപ്പണി ചെയ്യുകയായിരുന്നു ഗ്രാമത്തിൽ എന്നാണ് പറഞ്ഞത്. ശരിയാണ്. രാജാറാം ചാന്ദിനി ചൗക്ക് മേ റിക്ഷ ചലാത്ത ഹെ. രാജാറാം ചാന്ദിനി ചൗക്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ശരിയാണ്. അപ്പം 4 ശരി നമുക്ക് കിട്ടി. അതേതൊക്കെയാണ് എന്നിവിടെ എഴുതിയത് നമുക്ക് നോക്കാം. CDEF അല്ലേ, ഇതാണ് നമുക്ക് ശരിയായിട്ട് കിട്ടിയത്. സിയും ഡിയും ഇയും എഫും. ഇനി അടുത്ത നോക്കാം. ക്രമബന്ധ് കർക്കെ ലിഖേം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്രമത്തിൽ എഴുതാനാണ്, ഓർഡർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ബിർള മന്ദിർ കെ ബാഹർ ഏക് ഓട്ടോ ഗഡാ ഹെ. ബിർള മന്ദിരത്തിന് പുറത്ത് ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ട്. സാഹിത്യ അക്കാദമി കെ കുച്ച് പ്രകാശൻ ഖരീദ് കർ സടക് പർ പഹുഞ്ചി ഹും. സാഹിത്യ അക്കാദമിയിൽ നിന്നും കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ട് റോട്ടിലെത്തി. രാജാറാം കി ഗാൻസി ശുരു ഹോ ജാത്തി ഹെ. രാജാറാമിന് ചുമ ആരംഭിച്ചു. സീറ്റ് കെ നീച്ചെ സെ ബുരാ സ്വെറ്റർ പഹൻ രഹാ ഹെ. സീറ്റിന്റെ അടിയിൽ നിന്നും പഴയ സ്വെറ്റർ എടുത്തിട്ട് ധരിക്കുന്നു. അപ്പം ഇത് നമുക്ക് ഓർഡർ ആക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഏതാണ് ഫസ്റ്റ് വരുന്നത്? ഇതാണ് ഫസ്റ്റ് വരുന്നത്. സാഹിത്യ അക്കാദമി പുസ്തകം വാങ്ങിയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം ബിർള മന്ദിരത്തിൻ്റെ അടുത്ത് ഓട്ടോറിക്ഷ കാണുന്നത് 2. മൂന്നാമത്തത് ഏതാണ്? സെറ്റർ ധരിക്കുന്നതാണ് മൂന്നാമത്തെ അല്ലേ. സെറ്റർ ധരിക്കുന്നു. പിന്നെ വണ്ടി ഓടിത്തുടങ്ങുന്ന സമയത്താണ് ചുമ ആരംഭിക്കുന്നത്. 4. ഓക്കെ, ഇങ്ങനെയാണ് ഓർഡറായിട്ട് വരുന്നത്. അപ്പോൾ BADD C അങ്ങനെയാണ് ഓർഡറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. नीचे दिए गए वाक्यों में സർവനാം किस किसके बदले प्रयुक्त होते हैं. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ സർവനാമം ഏതെല്ലാം കിസ് കിസ്കെ ബദലെ എന്തിന് പകരമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? സർവനാമം പ്രയോഗിച്ചിട്ടുണ്ട്. നാമത്തിന് പകരമാണ് സർവനാമം പ്രയോഗിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ മേര, അതുപോലെ തന്നെ ഉസ്കെ എന്നൊക്കെ ഉണ്ട്. അതിന് മേര എന്നും ഉസ്കെ എന്നും ആരെയാണ് പറയുന്നത്? ആരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ചോദ്യം. അബി മേര ധ്യാൻ ഉസ്കെ ചെഹരേക്ക് തരഫ് നഹി ഗയ. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ അവൻ്റെ മുഖത്തേക്ക് പോയില്ല. അപ്പം ഈ എൻ്റെ എന്ന് പറഞ്ഞത് ആരെയാണ്? ലേഖിക അല്ലേ. ലേഖികയുടെ ശ്രദ്ധ ആരുടെ മുഖത്തേക്ക്? രാജാറാമിൻ്റെ മുഖത്തേക്ക് പോയില്ല. അപ്പോൾ ഒന്നാമത്തെ ലേഖികയാണ്, രണ്ടാമത്തത് രാജാറാമാണ്. ഒന്നാമത്തത് ലേഖിക, രണ്ടാമത്തെ രാജാറാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. മേരെ പാസ് ഉസ്കെ പ്രശ്ന കാ കോയി ഉത്തർ നഹി. എൻ്റെ അടുത്ത്, മേരെ പാസ് എൻ്റെ അടുത്ത്, അതായത് എനിക്ക് അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആരാണ് ഈ ഞാൻ? പിന്നെ അവൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് ലേഖികയാണ്, അവൻ എന്ന് പറയുന്നത് ആരാണ്? രാജാറാമാണ് അല്ലേ. രാജാറാമാണ് ലേഖിക, രാജാറാം. ഇനി അടുത്തത് നോക്കാം.
വഹ് മുझे ഓട്ടോ കി ആയിനെ മേ സെ ദേഖ്താ ഹെ. അവൻ എന്നെ ഓട്ടോയിലെ കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട്. അവൻ എന്നെ ഓട്ടോറിക്ഷയുടെ കണ്ണാടിയിലൂടെ നോക്കി എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണല്ലേ. കണ്ണാടിയിലൂടെ നോക്കി ഒരു അതിഥിയെ പോലെ, വീട്ടിലേക്ക് കയറി വന്ന അതിഥിയെ പോലെ നോക്കിയിട്ട് ഇത് തന്നെയാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ആരാരെയാണ് നോക്കിയത്? രാജാറാം ലേഖികയാണ് നോക്കിയത്. അപ്പോൾ വഹ് എന്ന് പറയുന്നത് ആരാണ്? രാജാറാമാണ്. മുझे എന്നെ എന്ന് പറഞ്ഞത് ആരെയാണ്? ലേഖിക. ഓക്കെ, അപ്പം എഴുതി നോക്കാം. രാജാറാം ലേഖിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാക്യ വിസ്താർ കരേ. വാക്യ പിരമിഡ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ വാക്യ വിസ്താർ എന്ന പേരിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആത്മീകി സേവാക്കി, അതിൽ നമ്മൾ രാജാറാമിനെ, അമീർ, അതുപോലെ തന്നെ ഡേട്ട് സാൽ തക്ക്, ഈ 3 ശബ്ദം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 3 സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. ഒരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആത്മീകി സേവാക്കി, ആത്മീകി സേവാക്കി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 3 ഉണ്ടാക്കി നോക്കാം. ആത്മീകി സേവാക്കി. അമീർ ആത്മീകി സേവാക്കി, ധനികനായ വ്യക്തിയാണ് സേവിച്ചത്. ഡേട്ട് സാൽ തക്ക്, 1.5 സാൽ വരെ അമീർ ആത്മീയെ സേവിച്ചു. രാജാറാമിനെ, രാജാറാം 1.5 സാൽ വരെ അമീർ ആത്മീയെ സേവിച്ചു. 1.5 വർഷം അമീർ ആത്മീയെ സേവിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീച്ചെ ദിയെ ഗണ്ട് പടേം. 5, 6, 7 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം. മേരാ നാം രാജാറാം ഹെ, मैं उत्तर प्रदेश के उन्नाव से हूँ. एक अमीर आदमी ने मेरे लिए एक ऑटो खरीदा. मैं अपने गाँव में खेती करता हूँ. गाँव में मैं सिर पर बोझा ढोता था. बरसात के मौसम में मेरा घर ढक गया था. भूखमरी के कारण गाँव में दूसरा घर बनना हम नहीं कर सके, इसलिए वहाँ से मैं दिल्ली चला गया. आज मैं दिल्ली में ऑटो चला रहा हूँ. इस ऑटो में सोता हूँ. इനി നമുക്ക് ചോദ്യം നോക്കാം. एक दिन राजाराम आपके सामने बैठते तो पूछने के लिए प्रश्नावली तैयार करें. നിങ്ങളുടെ അരികിൽ ഒരു ദിവസം രാജാറാം ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യാവലി തയ്യാറാക്കാൻ. അപ്പോൾ അതിന് വേണ്ട ചോദ്യാവലി തയ്യാറാക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ്. അതിൽ നിന്നും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് മേരാ നാം രാജാറാം ഹേ എന്ന് പറയുന്നുണ്ട്, അത് ഉത്തരമാണ്. അപ്പം നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങൾക്ക് ആരാണ് ഓട്ടോ വാങ്ങി തന്നത്, അല്ലേ, എനിക്ക് അമീർ ആത്മി ഓട്ടോ വാങ്ങി തന്നു, ഉത്തരങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് ചോദ്യം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചോദ്യം ഉണ്ടാക്കിയത് നോക്കാം. ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ ഗാവ് കഹാ ഹേ, കഹാം എന്നാണ് ഇവിടെ, കഹാം ചന്ദ്രക്കലയും കൊത്തുണ്ട്. കഹാം ഹേ. അപ്പനെ ഗാവ് സെ യഹാം ആനെ കാ കാരൺ ക്യാ താ, സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? ദില്ലി കൈസേ ലഗ, ദില്ലി എങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്? ദില്ലിയിലാണല്ലോ ഇപ്പോൾ താമസം. അപ്പോൾ ദില്ലിയെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഗാവ് മേ ക്യാ ക്യാ കാം കർത്താത, ഗാവ് മേ എന്നാണ് കേട്ടോ. ഇവിടെ വാ എന്നുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മേം കൂടി ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പം ഗാ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാ ഉണ്ട്, ഗാവ്. പിന്നെയാണ് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് മേം വരിക കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കണേ. ഗാവമ്മേ അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കാണ്. ഗാവമ്മേ ക്യാ ക്യാ കാം കർത്താത, ദില്ലി മേ ആനെ കാ കാരൺ ക്യാത, ദില്ലിയിൽ വരാനുള്ള കാരണം എന്തായിരുന്നു? അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. लेखिका के राय में राजाराम को नींद नहीं मिलते हैं, इसमें आपका विचार प्रकट करो. ലേഖികയുടെ അഭിപ്രായത്തിൽ രാജാറാമിന് ഉറക്കം ലഭിച്ചിരുന്നില്ല. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കാനാണ് പറഞ്ഞത്. ലേഖികയുടെ അഭിപ്രായത്തിൽ രാജാറാമിന് ഉറക്കം ലഭിച്ചിട്ടില്ല എന്നാണ് ലേഖിക പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലംബി പിച്ചലി സീറ്റ് പർ ടീക്ക് തരേക്ക നീന്ത് നെയ്യും മിലേഗ, മിലേഗ എന്നാണ്, മായാണ് കേട്ടോ അവിടെ, മാ മാ മിലേഗ. അതായത്
പിൻസീറ്റ്, വണ്ടിയുടെ ഓട്ടോയുടെ പിൻസീറ്റ് ഉണ്ടല്ലോ, പിൻസീറ്റ്, നീണ്ട പിൻസീറ്റിൽ ശരിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. ടീക്ക് തരക്ക നീന്ത് നെഹി, ശരിയായിട്ടുള്ളൊരു ഉറക്കം ലഭിക്കുകയില്ല. ടീക്ക് തരഹ് സേ സോനേക്ക ജഗ് വഹാ നെഹി ഹോക, ശരിയായിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവുകയില്ല. ഇസ്ലിയെ എന്ന നീന്ത് മുഷ്കിൽ ഹോക, ഇസ്ലിയെ എന്ന അല്ല കേട്ടോ, ഇസ്ലിയെ നീന്ത് മുഷ്കിൽ ഹോക, ഇതുകൊണ്ട് തന്നെ ഉറക്കം പ്രയാസമാകും. അതന്നെയാണ് നമ്മുടെ അഭിപ്രായം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിശേഷൺ ശബ്ദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. സീറ്റ് വിശേഷണമല്ല. സീറ്റ് പറഞ്ഞാൽ സീറ്റാണ്, വണ്ടിയുടെയൊക്കെ സീറ്റ് തന്നെ. ബീമാരി പറഞ്ഞ രോഗമാണ്. ആംഗ്യം പറഞ്ഞ കണ്ണുകളാണ്. അതൊന്നും വിശേഷൺ ശബ്ദമല്ല അല്ലേ, വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ ശബ്ദം. അപ്പം ഇവിടെ ബുര പറഞ്ഞ ചീത്ത. അപ്പോൾ ചീത്ത എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ചീത്ത എന്തെങ്കിലും സാധനം ചീത്തയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശേഷിപ്പിക്കൂലേ. അപ്പം ബുര എന്നതാണ് എന്ത്, विशेषण शब्द. इसमें പൂർണ്ണ രൂപ സേ സഹി വികൽപ്പ് കോൺസാ ഹെ, ഇതിൽ പൂർണ്ണ രൂപത്തിലുള്ള സഹി വികൽപ്പ് ഏതാണ്? ഇപ്രാവശ്യം വന്നിട്ടുള്ള പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണത്. ഇപ്രാവശ്യമാണ് ഇങ്ങനെയുള്ളൊരു മോഡൽ വന്നത്. കഴിഞ്ഞ എക്സാമിന് നിങ്ങൾ ചെയ്തതായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് പഹലെ മേം കാൻപൂർ ഗയ, ആദ്യം നിങ്ങൾക്ക് ആദ്യം സഹി മിലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് സംഭവം കേട്ടോ. സഹി മിലാൻ, പഹലെ മേം കാൻപൂർ ഗയ, ആദ്യം ഞാൻ കാൺപൂറിൽ പോയി, പിന്നെ അവിടെ നിന്ന് ദില്ലിയിലേക്ക് അല്ലേ. അപ്പോൾ കായും ദായുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കണ്ടെത്തുക. കായും ദായും ഇവിടെ ഉണ്ട്, ശരിയാണ്. ഇനി അടുത്തത് ഉസ്കി ദുബലി കായ ബഡേ കമരേക്ക് ദർവാസെ പർ ഹി സിക്കുട് ജാത്തി അല്ലേ, ഇതിങ്ങനെയാണ് വരിക. അപ്പം അതും ശരിയാണ്, ഇവിടെ കായും തായും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കഠോര പാനി പീനേക്ക് കാം ബി ആത്താ ഹേ ഓർ ഗാന രഗനേക്ക് ബി അല്ലേ, പാത്രം വെള്ളം വെക്കാനും പാനി പീനേക്കേക്കാം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഗാനാരകന ഭക്ഷണം വെക്കാനും രണ്ടിനും ആ കിണ്ണം, അതായത് കട്ടോര പറഞ്ഞ പാത്രം അല്ലെങ്കിൽ കിണ്ണം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതിങ്ങനെയും വന്നു. ഈ ആ എന്നുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. 3 ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. निम्नलिखित अंश पढ़कर उसके नीचे दिए प्रश्नों के उत्तर लिखिए. यह गमसी कब से है? मैं पीछे बैठी पूछती हूँ. होगी कोई 10-12 साल है. किसी डॉक्टर को नहीं दिखाया. पैसा भी तो चाहिए उसके लिए. ഇതിലെ വർഷ കാ സമാനാർത്ഥി ശബ്ദമാണ് ചോദിച്ചത്. വർഷ എന്നതിൻ്റെ സാല് പറഞ്ഞ വർഷമാണ് അല്ലേ. 10-12 വർഷമായിട്ടുണ്ട് എന്നാണ് മറുപടി കൊടുത്തത്. അപ്പോൾ സാൽ പറഞ്ഞ എന്താണ്? വർഷം. ഇവിടെ വർഷ എന്നതിൻ്റെ സമാന അർത്ഥമാണ് ചോദിച്ചത്, സാൽ. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് സാൽ. ഇനി അടുത്തത് രാജാറാമിനെ ഡോക്ടർ സേ ന മിൽനെ കാ ക്യാ കാരൺ ബതായ. രാജാറാം ഡോക്ടറെ കാണിക്കാതിരിക്കാനുള്ള, രാജാറാമിന് അസുഖമാണ്, ചുമയാണ്, അത് ഡോക്ടറെ കാണിച്ചിട്ടില്ല. കാണിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് പറഞ്ഞത്? പൈസ ബി തോ ചാഹിയേ ഉസ്കേ ലിയേ എന്നാണ് പറഞ്ഞത് അല്ലേ. പൈസ ബി തോ ചാഹിയേ ഉസ്കേ ലിയേ, ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. मान ले इस संबंध में लेखिका ने अपनी डायरी में लिखा, डायरी കൽപ്പന करके लिखे. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിവിടെ വായിച്ചല്ല, ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ലേഖിക ഡയറി എഴുതുന്നു. അതിനുശേഷം ഡയറി എഴുതാണ്. ആ ഡയറി എങ്ങനെയാണെന്ന് നിങ്ങളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഡയറി നോക്കാം. ഡയറി ആജ് ഏക്ക് അവിസ്മരണീയ ദിന്ത, ഇന്ന് ഒരു അവിസ്മരണീയമായ ദിവസമായിരുന്നു, മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്ന്. ഏക്ക് ഓട്ടോ ചാലക് സേ മുലാഖാത്ത് ഹുയി, ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് കൂടിക്കാഴ്ചയുണ്ടായി. ഓട്ടോ ഹി ഉസ്കാ ഘർ ഹെ, ഓട്ടോറിക്ഷ തന്നെയാണ് അയാളുടെ വീടും.
ഓട്ടോ കെ ലംബി പിച്ചലി സീറ്റ് പർ സോത്താത, ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിൽ, നീണ്ട സീറ്റിലാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ഉസ്കാ തബിയത്ത് ബി ടീക്ക് നഹീത, അയാളുടെ ആരോഗ്യം ശരിയായിരുന്നില്ല. 10-12 സാൽ സെ ഉസ്കോ ഗംസിയെ, 10-12 വർഷമായിട്ട് അയാൾക്ക് എന്താണ്, ചുമയാണ്. പൈസ അന്ന ഹോനയ്ക്ക് കാരണം ഡോക്ടർക്കോ നഹീ ദിഖായ, പൈസ ഇല്ലാത്ത കാരണത്താൽ ഡോക്ടറെ കാണിച്ചിട്ടില്ല. ക്യാ കരും, എന്ത് ചെയ്യും, ഉസ്കാ ഹാലത്ത് ബുരാഹെ, അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. ആജ് കാ ദിൻ മേ കൈസേ പോലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറി എഴുതാം. ഡയറിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി സിമ്പിളായിട്ട് എഴുതിയാൽ തന്നെ അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ, അതായത് ഈ ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത് തന്നെ മിഡ് ടേം ആയാലും അപ്പം മിഡ് ടേമിൻ്റെ ക്വസ്റ്റ്യനും കൂടെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.